ഗൈസ്, അപ്പം അസുരൻ സ്റ്റോറി ബാക്കി പാർട്ടായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതുവരെ വളരെ നന്നായിട്ടാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സ്റ്റോറി ആണെന്നൊക്കെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക കേട്ടോ. അതേപോലെ സ്റ്റോറി പാർട്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. അസുരൻ ഭാഗം 10. നീ എൻ്റെയാ വൈശാലി, എൻ്റെ മാത്രം. ഈ അസുരൻ്റെ മാലാക പെണ്ണ്. അവൻ്റെ പ്രണയത്തിന് സാക്ഷിയായെന്നോണം ഒരു കുളിർ മഴ അവിടേക്ക് പെയ്തിറങ്ങി. തൻ്റെ ശരീരം അതിൽ നനയുമ്പോഴും അവൻ വൈശാലി എന്ന ലഹരിക്ക് അടിമയായിരുന്നു. നീ എന്ന പ്രണയം ഇന്നീ അസുരനെ പോലും സ്വപ്നം കാണാൻ പ്രാപ്തിയാക്കുന്നു വൈശാലി. ഇതേ സമയം വൈശാലി കിതച്ചുകൊണ്ട് പടവുകൾ കയറി ആലിൻ്റെ ചുവട്ടിൽ നിന്നു. കുറച്ചു നിമിഷം തൻ്റെ മുന്നിൽ നടന്നത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുമായിരുന്നു അവൾ. വൈശു! പിറകിൽ നിന്നും മഹി അവളെ വിളിച്ചതും വൈശാലി ഞെട്ടിത്തിരിഞ്ഞു. എന്താ വൈശു നിന്ന് പരുങ്ങുന്നത്? ഒരു കള്ളച്ചിരിയോടെ മഹി ചോദിച്ചു. എന്ത് പരുങ്ങാൻ? ഒന്നുമില്ല, വാ പോകാം. വൈശു, ഇന്നവിടെ അടി നടന്നില്ലേ? അത് നിന്നെ ശല്യപ്പെടുത്തിയ ഒരുത്തയില്ലേ, അവനിട്ടായിരുന്നു കിട്ടിയതത്രയും. എൻ്റെ മോളെ, ഒരു ഒന്നൊന്നര അടാർ ചേട്ടനായിരുന്നു അവനെ പഞ്ഞിക്കിട്ടത്. എന്നെ ലുക്കാന്നോ? മഹി തൻ്റെ മനസ്സിൽ തോന്നിയത് ഒളിപ്പിക്കാതെ പറഞ്ഞു. എൻ്റെ ദൈവമേ, ആദ്യേട്ടനാവോ അത്? വൈശാലി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. ആരാടി ആദ്യേട്ടൻ? മഹി ചോദിച്ചതും അവളൊന്ന് പരിങ്ങി. ആരുമില്ല, നീ വന്നേ, സമയം പോണു. പെട്ടെന്ന് വൈശാലിക്ക് മുന്നിൽ ഒരുത്തൻ വന്ന് നിന്നു, ചുണ്ടിലും മൂക്കിലും വായിലും ചോര ഒളിപ്പിച്ചുകൊണ്ട്. അതേസമയം അവൾ മനസ്സിലാക്കി അവൻ ആരെന്ന്. തന്നെ ശല്യം ചെയ്ത് തെമ്മാടി. സോറി, ഇനി ആവർത്തിക്കില്ല, കൈകൂപ്പി അവൻ പറഞ്ഞതും വൈശാലി അവൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി. ആദ്യേട്ടൻ. അവൾ അവനെ തന്നെ നോക്കി നിന്നു. തനിക്ക് മുന്നിൽ നിന്ന് തെമ്മാടിയെ തള്ളി മാറ്റി അവൻ പറഞ്ഞു. ഇനി എൻ്റെ പെണ്ണിനോടെന്നല്ല, ഒരു പെണ്ണിനോട് നീ ഇത് ചെയ്യില്ല, കേട്ടല്ലോ. ഇനി ഇതിൽ വല്ല മാറ്റവും വന്നാൽ പൊന്നു മോനെ, നിന്റെ അടിവേര് ഞാൻ പിഴുതെടുക്കും. ഇല്ല, ഞാൻ ആവർത്തിക്കില്ല. അവൻ ചുണ്ടിലെ ചോര തുടച്ചു മാറ്റി മുന്നിലേക്ക് നടന്നു. വൈശാലിയെ നോക്കി ആദി പുഞ്ചിരിച്ചു. അവൾ അവനെ നോക്കാതെ മുന്നിലേക്ക് നടന്നു. അപ്പോഴും മഹി ആരെയോ തൻ്റെ കണ്ണുകൾ കൊണ്ട് തേടുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ മറ്റാരോ കയറിക്കൂടിയിരുന്നു. ധൃതിയിൽ മുന്നിലേക്ക് നടക്കുന്ന വൈശാലിയെ നോക്കി മഹി ചോദിച്ചു. ഇതല്ലേ ആദ്യേട്ടൻ? വൈശാലി അവളെ അമ്പരന്ന് നോക്കി. അതെ. ഒറ്റവാക്കിൽ ഉത്തരം നൽകി അവൾ മുന്നിലേക്ക് നടന്നു. നിന്നെ അയാൾക്ക് ഇഷ്ടമാണോ? അവളുടെ ചോദ്യത്തിന് വൈശാലി ഒന്ന് പുഞ്ചിരിച്ചു. എന്നെ ഇഷ്ടമല്ല, ജീവനാണ് ആ മനുഷ്യന്. എനിക്ക് കണ്ണൻ കൊണ്ടുവന്ന അനുഗ്രഹം. പക്ഷെ മറുകാൽ കൊണ്ട് വൈശാലി അത് തട്ടിത്തെറിപ്പിക്കുവാണ് മഹി. എൻ്റെ ഏട്ടന് വേണ്ടി. വൈശു! മഹി അവളെ അലിവോടെ വിളിച്ചു. നിന്റെ ഭാഗ്യമാണടി അയാള്. നിന്നെ മോശമായി ഒരുത്തൻ നോക്കിയാൽ പോലും സഹിക്കാത്ത മനുഷ്യൻ. നിനക്ക് സ്നേഹിച്ചൂടെ അയാളെ? അവൾ അതും പറഞ്ഞ് വൈശാലിയെ നോക്കി. അതിന് ബദലായി വൈശാലി നിർവികാരിയായി ഒന്ന് പുഞ്ചിരിച്ചു. ഒരു പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി തേടി അവൾക്ക് ഒരായുസ് മുഴുവൻ അലയേണ്ടി വരുമെന്ന് തോന്നലാകാം. ആദ്യം നീ കണ്ടോ വൈശാലിയെ? ഹർഷൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കണ്ടു, പക്ഷെ എന്നോട് അവൾക്കൊരു സ്നേഹവും ഇല്ലടാ. ആദ്യ കണ്ണുകൾ ചിമ്മി പറഞ്ഞു. അല്ല ഹർഷ, നിന്റെ കയ്യിലെന്താ ബ്ലഡ് വരുന്നു? ഡാ, നീ അവനിട്ട് പൊട്ടിച്ചിട്ട് കണ്ടം വഴി ഓടിയില്ലേ? എനിക്കിട്ടവൻ താങ്ങാതിരിക്കാൻ ഞാൻ ഒരു മുൻകരുതൽ എന്നോണം അവനിട്ട് പൊട്ടിച്ചു. ഹർഷൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. വാ പോകാം, ഇനിയും വൈകിയാൽ മമ്മ വിഷമിക്കും. ഹർഷനും ആദ്യം പരസ്പരം സംസാരിച്ചു കൊണ്ട് നടന്നു നീങ്ങി. വൈശാലി വീട്ടിലേക്കെത്തി. എന്നത്തെയും പോലെ മുത്തശ്ശൻ അവളെ നോക്കിയിരിപ്പുണ്ട്. അയാളെ നോക്കി ചിരിച്ചിട്ട് വൈശാലി അകത്തേക്ക് കയറി. ഇന്ന് പതിവിലേറെ ആ മുഖം പ്രസരിപ്പോടെ നിന്നു. മോളെ വൈശു! അയാളുടെ വിളി കേട്ട് അവൾ തിരിഞ്ഞു. മോളെ, ഇനി എൻ്റെ ഏക പ്രതീക്ഷ അത് മോളാണ്. എൻ്റെ മോളുടെ കൈകൾ എനിക്ക് നിന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ കയ്യിൽ വെച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ? എൻ്റെ മുത്തശ്ശ, ഒക്കെയും സമയമാകുമ്പോൾ നടക്കും. ഒന്ന് വിഷമിക്കാതിരിക്കേ. എൻ്റെ കുട്ടി ഒന്ന് വന്നേ. മോളെ, നിനക്ക് ആദിമോനെക്കുറിച്ച് എന്താ അഭിപ്രായം? അവൻ നല്ല കുട്ടിയാ. മോളെ ഒത്തിരി ഇഷ്ടമാണവന്. മോൾ സമ്മതിച്ചാൽ... അയാൾ സമ്മതത്തിനായി അവളെ നോക്കി. അയാളിൽ നിന്നും മുഖം മറ്റങ്ങോ ചലിപ്പിച്ചുകൊണ്ട് വൈശാലി നിന്നു. നീ കേൾക്കുന്നില്ലേ വൈശാലി? അയാൾ സ്വരം കടുപ്പിച്ച് ചോദിച്ചു. മുത്തശ്ശ, ഇനി ഈ ഒരു ചോദ്യം എനിക്ക് നേരെ ഉയർത്തണ്ട. എനിക്ക് അയാളുമായി വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ഇനിയും ഇങ്ങനെ ഒരു കാര്യം മുത്തശ്ശൻ എന്നോട് ചോദിക്കരുത്. അവളുടെ ഉള്ളിൽ തൻ്റെ പ്രണയത്തേക്കാൾ പ്രാധാന്യം അവളുടെ മാതൃഹൃദയത്തിനായിരുന്നു.
വൈശാലിയുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അയാൾ തറച്ചു നിന്നു. മുത്തശ്ശന്റെ വിഷമം നിറഞ്ഞ മുഖം കണ്ടതും കണ്ണുകൾ മുറുകെ പൂട്ടി അവൾ മുറിയിലേക്ക് കയറി. പലപ്പോഴും തൻ്റെ ദുഃഖം മുത്തശ്ശനിൽ നിന്നും മറയ്ക്കാനുള്ള അവളുടെ തന്ത്രമായിരുന്നു ഈ പിന്മറഞ്ഞ ഓടൽ. മരിയമോളുടെ മുഖം ഓർക്കും തോറും അവളുടെ നെഞ്ചു വിങ്ങി. അമ്മയുടെ ഉദരത്തിൽ ഉടലെടുത്ത നിമിഷം അച്ഛനെയും ഇരുളിൻ്റെയും കരുതലിൻ്റെയും ലോകത്ത് നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അമ്മയെയും നഷ്ടപ്പെട്ട അനാഥ കുഞ്ഞ്. വൈശാലി അവളെ തൻ്റെ കൈകളിൽ എടുക്കുമ്പോൾ മരിയമോൾക്ക് അവളുടെ ഏട്ടൻ്റെ മുഖമായിരുന്നു, അതേ പുഞ്ചിരിയും. പെട്ടെന്ന് അവളുടെ പഴയ നോക്കിയ ഫോണിൽ ഒരു കോൾ വന്നു. അതിൻ്റെ നിറം മങ്ങിയ ഡിസ്പ്ലേയിൽ പേരെഴുതാത്ത ഒരു നമ്പർ വന്നു. മറുപുറത്ത് ആരെന്നറിയാനുള്ള വ്യഗ്രതയിൽ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുപുറത്ത് നിന്നും വരുന്ന ശബ്ദം കേട്ട് അവൾ തറഞ്ഞിരുന്നു. വൈഷു, എന്താ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ പോയത്? ഒരു നന്ദി ഞാൻ പ്രതീക്ഷിച്ചു. അതൊക്കെ പോട്ടെ, മുത്തശ്ശൻ എന്തേലും പറഞ്ഞോ നിന്നോട്? നിനക്കെന്നെ കെട്ട ഇഷ്ടമാണെന്ന് പറഞ്ഞൂടെ വൈഷു? അവൻ്റെ ശബ്ദം കേട്ട് അവൾ തല താഴ്ത്തി നിന്നു. നിറഞ്ഞ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇല്ല ആദിയേട്ടാ, ഈ ജന്മം വൈശാലിക്കൊരു ജീവിതം ഉണ്ടാവില്ല. അത് ഞാൻ എൻ്റെ ഏട്ടന് വേണ്ടി എന്നോ സമർപ്പിച്ചതാണ്. ഇനി ആദിയേട്ടൻ എനിക്കായി കാത്തിരിക്കരുത്. ഈ കാര്യം പറഞ്ഞ് എന്നെ കാണാൻ വരരുത്. വൈശാലി. മറുപുറത്ത് നിന്നും വന്ന ദയനീയമായ ശബ്ദം കേട്ട് വൈശാലി ഫോൺ കട്ട് ചെയ്തു. ഇനിയും അവൻ്റെ അപേക്ഷ കേട്ടാൽ അവൾ പോലും അറിയാതെ അവനോട് അവൾ തൻ്റെ പ്രണയം വെളിപ്പെടുത്തും. അത്രമേൽ ആർദ്രവ് വൈശാലിയുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയിരുന്നു. താൻ സത്യം തുറന്നു പറഞ്ഞാൽ ഒരു വെറുപ്പോടെ തന്നെ ഉപേക്ഷിക്കുന്നതിലും നല്ലതാണ് തുടങ്ങും മുന്നേ ഉള്ള ഈ വേർപിരിയൽ. ആദ്യം നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. എപ്പോഴോ അവൻ ഉപേക്ഷിച്ച മദ്യത്തിൽ അവൻ വീണ്ടും അഭയം പ്രാപിക്കാൻ തുടങ്ങി. തൻ്റെ കബോർഡിൽ നിന്നൊരു വില കൂടിയ വിദേശ മദ്യത്തിൻ്റെ കുപ്പി അവൻ പുറത്തെടുത്തു. അത് ഒന്നോടെ അവൻ വായിലേക്ക് കമഴ്ത്തി. ഇത്രമേൽ എന്നെ വെറുക്കാൻ മാത്രം എന്ത് തെറ്റാണ് വൈശാലി ഞാൻ നിന്നോട് ചെയ്തത്? എൻ്റെ പ്രണയം ഞാൻ തുറന്നു പറഞ്ഞതോ അതോ നിന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതോ? അവൻ്റെ മുന്നിലിരുന്ന ചിത്രത്തിലേക്ക് നോക്കി ആദ്യം ചോദിച്ചു. അവൻ്റെ നാവ് കുഴഞ്ഞിരുന്നു. ഒരിക്കൽ സർവവും മറന്ന് ഒരുത്തിയെ പ്രേമിച്ചതാണ്. അന്നെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ ഒതുക്കി. അതാ എനിക്ക് അവളെ നഷ്ടപ്പെട്ടത്. നിന്നെ അങ്ങനെ നഷ്ടപ്പെടാതെ ഇരിക്കാനല്ലേ ഞാൻ ഒക്കെയും തുറന്നു പറഞ്ഞത്. എന്നിട്ട് നീയും എന്നെ. അല്ലെങ്കിൽ എന്ന് ഈ അസുരൻ ഒറ്റയ്ക്ക് തന്നെയാണ്. എൻ്റെ സ്നേഹവും എല്ലാവർക്കും ഒരു ബാധ്യതയാണ്. കണ്ണിൽ നിന്നും കണക്കില്ലാതെ കണ്ണുനീർ ഒഴുകി. ആദിയെ തിരക്കി റാം മുറിയിലേക്ക് കയറി. അപ്പോഴേക്കും ആദി കുടിച്ച് ബോധം മറഞ്ഞിരുന്നു. അവൻ്റെ മുഖത്ത് കണ്ട ദയനീയത റാമിൽ ഒരു വേദന ഉടലെടുത്തു. ആദിയെ അങ്ങനെ കൂടുതൽ നേരം കാണാൻ റാമിന് കഴിഞ്ഞില്ല. ആദിയുടെ നെറ്റിയിൽ റാം മൃദുവായി തലോടി. ആ നിമിഷം റാമിൻ്റെ മുന്നിൽ കിടന്നിരുന്ന ആദി 28 വർഷം മുമ്പ് ആദ്യമായി അവൻ്റെ ഏറ്റുവാങ്ങിയ ഒരു ചോര കുഞ്ഞിനെ പോലെ തോന്നിച്ചു. അത്രയേറെ നിഷ്കളങ്കത ആയിരുന്നു അവൻ്റെ മുഖത്ത്. ആദിയെ നേരെ കിടത്തി അവൻ്റെ ഒപ്പം റാമും കിടന്നു. കുഞ്ഞിലെ മുതൽ സീതയേക്കാൾ ആദ്യം അടുത്തു നിൽക്കുന്നത് റാമിനോടായിരുന്നു. എന്ത് വിഷമം വന്നാലും റാമിൻ്റെ നെഞ്ചിൽ ആദ്യം ചേർന്ന് കിടക്കും. അതോടെ അവൻ്റെ വിഷമങ്ങൾ അകലും. പഴയതൊക്കെയും ആലോചിച്ച് റാം അവൻ്റെ ഒപ്പം ഉറങ്ങി. ഇടയ്ക്കെപ്പോഴോ തൻ്റെ കൂടെ ആരോ ഉള്ളതുപോലെ തോന്നിയതും റാം കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ്റെ മറുവശത്ത് സീതയും ഉണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചിൽ അവളും സ്ഥാനം പിടിച്ചു. ഒരു പുഞ്ചിരിയോടെ അവൻ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. വൈശാലി ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ട് 3 മാസമായി. ആദ്യം അവസാനമായി വിളിച്ചത് ആ ദിവസമായിരുന്നു. പിന്നീട് ഒരിക്കൽ പോലും അവൻ അവളെ വിളിച്ചിട്ടില്ല. ഒരുപക്ഷെ അവൾക്ക് മുന്നിൽ ഇനിയും താഴാൻ അവന് കഴിയുമായിരുന്നില്ല. അത്രയേറെ അവളുടെ വാക്കുകൾ അവനെ വേദനിപ്പിച്ചു. മരിയമോൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെയും വൈശാലി ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ ആദിയെക്കുറിച്ച് അറിയാൻ അവൾ ശ്രമിക്കാറുണ്ട്. എങ്കിലും തനിക്കതിനുള്ള അർഹതയില്ലെന്ന് ഓർമ്മ വരുമ്പോൾ അവൾ സ്വയം നിയന്ത്രിക്കും. ഓഫീസിലിരിക്കുമ്പോൾ ആകെ ഒരു അസ്വസ്ഥത അവളിൽ ഉടലെടുക്കാൻ തുടങ്ങി. വയറിലെന്തോ വേദന പോലെ. ഇപ്രാവശ്യം മാസത്തിലെ അതിഥി നേരത്തെ എത്തിയെന്ന് അവൾക്ക് തോന്നി. സാധാരണ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവൾ 2 ദിവസം ലീവ് എടുക്കും. അത്രയേറെ ആർത്തവത്തിൻ്റെ വേദന അവളെ തളർത്തുന്നുണ്ടാവും. ആ നിമിഷം അത്രയും ഒരമ്മയുടെ സാന്നിധ്യം അവൾ ആഗ്രഹിക്കാറുണ്ട്. വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് വൈശാലി വാഷ്റൂമിലേക്ക് കയറി. ഊഹം തെറ്റിയില്ല. പക്ഷെ ഇത്തവണ അവൾ മുൻകരുതലൊന്നും എടുത്തിരുന്നില്ല. മാത്രമല്ല, ഇന്ന് ഓഫീസിൽ താൻ മാത്രമേ ഉള്ളൂ. നിഷയും മറ്റുള്ളവരെല്ലാം തന്നെ ഒരു ഫോറിൻ കമ്പനിയുമായുള്ള മീറ്റിങ്ങിലാണ്. ഇത് ദീക്ഷിത് ഗ്രൂപ്പിൻ്റെ ചെറിയൊരു ബ്രാഞ്ചാണ്. 10ഓളം മാത്രം ജോലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ചില അത്യാവശ്യ വർക്കുകൾ അവൾക്ക് ചെയ്തു തീർക്കണമായിരുന്നു. തൻ്റെ ചുരിദാറിൻ്റെ പിൻവശം നനഞ്ഞു എന്ന് അവൾ ഒരു ഞെട്ടലോടെ മനസ്സിലാക്കി. വയറുവേദനയും പുറംവേദനയും അവളെ തീർത്തും അവശയാക്കി തീർത്തു. പെട്ടെന്ന് ഓഫീസിൽ കരണ്ട് പോയി. ലൈറ്റുകളെല്ലാം മിന്നി അണയാൻ തുടങ്ങി. വൈശാലി ലാൻഡ് ഫോൺ എടുത്ത് സെക്യൂരിറ്റിയെ വിളിച്ചു.
അയാളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ കസേരയിൽ തളർന്നിരുന്നു. പെട്ടെന്ന് തനിക്ക് പിറകിൽ ആരോ ഉണ്ടെന്ന് തോന്നിയതും അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പിറകിൽ ആരെയും കണ്ടില്ല. തൻ്റെ തോന്നലാകുമെന്ന് കരുതി അവൾ കണ്ണുകൾ പതിയെ അടച്ചു. പെട്ടെന്ന് അവളുടെ വായും കൈകളും ആരോ ശക്തമായി പിന്നിൽ നിന്നും കെട്ടി. പേടികൊണ്ട് വൈശാലി അടിമുടി വിറച്ചു. കണ്ണുകൾ നിറയാൻ തുടങ്ങി. തൻ്റെ മുന്നിൽ ഒരു അജാനബാഹുവായ ഒരുത്തൻ വന്നു നിന്നു. കണ്ണുകൾ ചുവപ്പിച്ച് ചുണ്ടിലേതോ ലഹരിയുടെ കറയും പുരണ്ട അവനെ കണ്ടതും വൈശാലി ഞെട്ടി. അയാൾ അവളിലേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. വൈശാലി തൻ്റെ കണ്ണുകൾ പൂട്ടി. അവളുടെ മാറിൽ കിടന്ന ഷാൾ അവൻ പിടിച്ചു വലിച്ചു. വൈശാലിയുടെ മുഖം പേടികൊണ്ട് നിറഞ്ഞു. അവളുടെ മനസ്സിനൊപ്പം ശരീരവും തളർന്നു. അവളുടെ പിന്നിലെ ചുവന്ന പാട് അവളുടെ വസ്ത്രത്തിൽ നിന്നും താഴേക്ക് ഇറ്റുവീണു തുടങ്ങി. പെട്ടെന്ന് ആരോ അവിടേക്ക് വരുന്നതായി തോന്നിയതും അയാൾ വൈശാലിയെ പെട്ടെന്ന് മോചിപ്പിച്ചു. അവളുടെ മുന്നിൽ നിന്നും ശരവേഗത്തിൽ അവൻ ഓടിമറഞ്ഞു. വൈശാലിയുടെ ബോധം മെല്ലെ മറഞ്ഞു. കസേരയിൽ നിന്നും അവൾ പതിയെ താഴേക്ക് ഊർന്നു വീണു. റാം പറഞ്ഞതനുസരിച്ചായിരുന്നു ആദ്യ അവിടേക്ക് ചെന്നത്. എന്തോ ഒരു ലീഗൽ ഹെൽപ്പ് അവൻ ആദിയോട് ചോദിച്ചു. ഹർഷൻ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ആദ്യ തന്നെയാണ് വേണ്ട ഫയൽസ് നേരിട്ട് ഹർഷനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞത്. അവൻ ഓഫീസിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ചുറ്റും ഇരുട്ട് പടർന്നിരുന്നു. സാധാരണ ജനറേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കരണ്ട് പോക്കില്ലായിരുന്നു. ആദ്യ ഉള്ളിലേക്ക് കയറും തോറും അവനിൽ എന്തോ നേരിയ ഭയം തോന്നി തുടങ്ങി. തൻ്റെ കയ്യിലെ ഫ്ലാഷ് ഓണാക്കി ആദ്യ ഓഫീസ് റൂമിൽ കയറി. ഇവിടെ എംപ്ലോയീസ് എല്ലാവരും ഏതോ മീറ്റിങ്ങിലാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യം അവിടേക്ക് വന്നത്. വൈശാലി ഇവിടെ കാണില്ലെന്ന് ഒറ്റ ഉറപ്പിൽ തനിക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് ആദ്യ പുറത്തേക്ക് ഇറങ്ങി. പോകാൻ നേരം എവിടെ നിന്നോ ഒരു ഞെരുങ്ങൽ അവൻ്റെ കാതിൽ പതിഞ്ഞു. ആദ്യ ചുറ്റും നോക്കിയതും ഞെട്ടറ്റ താമര പോലെ തറയിൽ കിടക്കുന്ന വൈശാലിയെ കണ്ടു. അതുവരെ അവൻ്റെ ഉള്ളിൽ തോന്നിയ ദേഷ്യം മുഴുവനും അലിഞ്ഞു പോകുന്നത് പോലെ തോന്നി ആദിക്ക്. അവൻ പോലും അറിയാതെ അവൻ അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. അവൾക്ക് ചുറ്റും ചെറിയ രീതിയിൽ ചോര കിനിഞ്ഞിറങ്ങിയിരുന്നു. ആദ്യം അവളെ തൻ്റെ മടിയിൽ കിടത്തി അവളുടെ മുഖത്ത് അവൻ തട്ടി വിളിച്ചു. വൈശാലി, വൈശാലി എഴുന്നേൽക്ക്, എന്തു പറ്റി? ചെറിയൊരു മൂളൽ അവളിൽ നിന്നും ഉണ്ടായി. അവളെ കൈകളിൽ കോരിയെടുത്ത് ആദ്യ റെസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ളൊരു കട്ടിലിൽ അവൻ അവളെ കിടത്തി. അവളുടെ അവസ്ഥ മനസ്സിലായതും ആദ്യ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. അവൻ സെക്യൂരിറ്റിയെ നോക്കിയതും അയാൾ പിന്നിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. എടോ, ഇവിടെ കരണ്ട് പോയല്ലോ, അതെന്താ? സർ, എന്തോ കണക്ഷൻ പ്രോബ്ലം. ഓ ഡോ, താനൊരു കാര്യം ചെയ്, ഇവിടെ തന്നെ ഉണ്ടാകണം, ആരെ അകത്തേക്ക് കയറ്റി വിടരുത്. ഞാനൊരു 10 മിനിറ്റിനകം വരും. അയാൾക്ക് നേരെ ഗൗരവത്തോടെ പറഞ്ഞിട്ട് ആദ്യ പുറത്തേക്കിറങ്ങി. അടുത്തു കണ്ട കടയിൽ നിന്നും അവൾക്ക് അത്യാവശ്യത്തിന് വേണ്ട വസ്ത്രങ്ങളും ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും സാനിറ്ററി നാപ്കിനും വാങ്ങി അവൻ തിരികെ വന്നു. അവൾക്കടുത്തേക്ക് അവൻ ഓടുമ്പോഴും മനസ്സിൽ മുഴുവനും അവളുടെ തളർന്ന മുഖമായിരുന്നു. അവൾക്കരികിൽ അവൻ വന്നിരുന്നു. അവളുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു. വൈശാലി, കണ്ണു തുറക്ക്, അവൻ അവളെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ചെറുതായി അവൾ കണ്ണു തുറന്നു. പെട്ടെന്ന് എന്തോ ആലോചിച്ചു എന്ന പോലെ വൈശാലി ഞെട്ടി എണീറ്റു. ആദ്യേട്ടാ, ആരോ ഇവിടെയുണ്ട്, ഞാൻ കണ്ടു, എന്നെ കെട്ടിയിട്ട് ഉപദ്രവിക്കാൻ നോക്കി. അവൾ പറഞ്ഞതും ആദ്യം അവളെ സൂക്ഷിച്ചു നോക്കി. ഏയ് ഇല്ല വൈശാലി, ഞാൻ വന്നപ്പോൾ നീ താഴെ ബോധമറഞ്ഞു കിടക്കുമായിരുന്നു. മാത്രമല്ല, താനിപ്പോൾ അത്ര നല്ല സിറ്റുവേഷനിലല്ല. അപ്പോഴാണ് വൈശാലി അത് ഓർത്തത്. പെട്ടെന്ന് അവൾ ജാള്യതയോടെ മുഖം കുനിച്ചു. തനിക്കുള്ളത് ഇതിലുണ്ട്, പോയി വേഷം മാറി വാ. അവൾക്ക് ആ കവറ് കൊടുത്തിട്ട് അവൻ പുറത്തേക്കിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളും പുറത്തേക്ക് വന്നു. ഇന്ന് വൈശാലിയുടെ മുഖം പതിവിലും ശോഭിച്ചിരുന്നു. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. പെണ്ണിൻ്റെ പൂർണ്ണത തെളിക്കുന്ന ദിനങ്ങളെല്ലാം തന്നെ അവളിൽ പ്രത്യേക സൗന്ദര്യം വന്നു നിറയും. അവളിൽ നിന്നും മുഖം പിൻവലിച്ച് ആദ്യ നടന്നു. തന്നെ ആദ്യം ഒഴിവാക്കുന്നത് പോലെ വൈശാലിക്ക് തോന്നി. അതവൾക്ക് ഒട്ടും താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. വൈശാലി, താനാകെ ടയേർഡല്ലേ? ഞാനും. നമുക്കൊന്നിച്ചൊരു ചായ കുടിച്ചാലോ? അവൻ്റെ ഒരു പിൻവിളി കേൾക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അനുസരണയോടെ അവൾ അവൻ്റെ പിന്നാലെ പോയി. അവൻ കോഫി ഹൗസിൽ കയറി, ഒപ്പം അവളും. രണ്ടാളും കുറച്ചു നേരത്തേക്ക് പരസ്പരം ഒന്നും മിണ്ടിയില്ല. അപരിചിതത്വം പാടെ മുറിച്ചുകൊണ്ട് ആദ്യം അവളോട് ചോദിച്ചു. വൈശാലി, ഞാനൊന്ന് ചോദിക്കട്ടെ? അറിയാനൊരു ആഗ്രഹം. അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ അവൾ ആംഗ്യം കാട്ടി. തനിക്കാരോടും പ്രണയം തോന്നിയിട്ടില്ലേ വൈശാലി? അവൻ്റെ ചോദ്യത്തിന് മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു. മനോഹരമായി ചിരിക്കുന്ന അവളുടെ ചൊടിയിലേക്ക് അവൻ്റെ മിഴികൾ പാഞ്ഞു. മേൽചുണ്ടിൻ്റെ മുകൾ ഭാഗത്ത് സ്വർണ്ണ നിറത്തിൽ നനുത്ത രോമങ്ങൾ ഉണ്ടായിരുന്നു. അവയ്ക്ക് മാറ്റേകാൻ എന്നോണം അവിടെ ചെറിയ വിയർപ്പ് കണങ്ങൾ ഭംഗി തീർത്തിരുന്നു. അവളുടെ അധരങ്ങൾ ചലിച്ചു തുടങ്ങി. പ്രണയമില്ലാത്തവരായ ആരുണ്ടാതിയേട്ടാ? പ്രണയം ഒരു തരത്തിലുള്ള അർപ്പണമാണ്. സ്വയം മറന്നുള്ള അർപ്പണം. ഞാനും അർപ്പിച്ചിരുന്നു. സ്വയം മറന്നുള്ള എൻ്റെ നൃത്തത്തിന് വേണ്ടി എൻ്റെ ജീവിതം, എൻ്റെ പ്രണയം അത് ചിലങ്കിയായിരുന്നു.
ഒരു നർത്തകി ഏറ്റവും അധികം പ്രണയിക്കുന്നത് ചിലങ്കയെയാണ്. അതിൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള മണിമുത്തുകൾ തീർക്കുന്ന മനോഹര താളമുണ്ട്. അതായിരുന്നു എൻ്റെയും എൻ്റെ പ്രണയത്തിൻ്റെ കിന്നാരം ചൊല്ലൽ. എനിക്കൊപ്പം അരങ്ങിൽ ആടി തിമിർക്കുമ്പോൾ ഒരിക്കൽ പോലും എൻ്റെ കാലിൻ്റെ ചലനത്തിൽ നിന്നും തെറ്റിമാറി അപസ്വരങ്ങൾ ഉണ്ടാക്കില്ലായിരുന്നു. അതായിരുന്നു എൻ്റെയും എൻ്റെ പ്രണയത്തിൻ്റെയും പരസ്പര വിശ്വാസം. കാണികൾക്ക് എൻ്റെ കാലിൽ കാണാൻ കഴിയുന്ന വെറും ഒരു ചിലങ്കയായിരിക്കും, എന്നാൽ എനിക്കത് എൻ്റെ ആത്മാവായിരുന്നു. എന്നാൽ ഞാനെന്ന പ്രണയിനി എൻ്റെ പ്രണയത്തിൽ തോറ്റുപോയി. എൻ്റെ ചിലങ്ക ഞാൻ ഉപേക്ഷിച്ചു, എൻ്റെ കുടുംബത്തിന് വേണ്ടി. അതുപോലെ തന്നെ നീ എന്നെ മറക്കുവാണ് അല്ലേ വൈശാലി? ഇടയ്ക്ക് ആദ്യ ചോദിച്ചതും അവളുടെ മിഴികൾ നിറഞ്ഞു. നീ കണ്ടോ വൈഷു, ഈ നിറയുന്ന മിഴികൾ തന്നെയാണ് നിനക്ക് എന്നോടുള്ള പ്രണയം. ഒരിക്കൽ കൂടി നീ കുടുംബത്തിന് വേണ്ടി എന്നെ മറക്കുന്നു. എന്നാൽ ഒന്നുണ്ട് വൈഷു, നിന്റെ മുത്തശ്ശൻ പോലും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഈ കൂടിച്ചേരലിന്. ഇനിയും നീ കാട്ടുന്ന ഒഴിഞ്ഞുമാറൽ വഞ്ചനയാണ്. എന്നോടോ മുത്തശ്ശനോടോ അല്ല, നിന്നോട് മാത്രമുള്ള വഞ്ചന. അവൻ അത്രയും പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി. ഇതേ സമയം വൈശാലിയെ ഉപദ്രവിച്ചയാൾ മറ്റാർക്കും നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് മറുപടി കിട്ടിയതും അയാൾ വേഗം അവിടെ നിന്നും മറഞ്ഞു. വൈശാലി അവൻ പോയ വഴിയെ നോക്കിയിരുന്നു. ഇത്രമേൽ എന്തിനാ ആദ്യേട്ട എന്നെ സ്നേഹിക്കുന്നത്? അതിനു വേണ്ടി എന്ത് മഹത്വമാണ് ഈ ദരിദ്രവാസി പെണ്ണിനുള്ളത്? ഏട്ടൻ കാണുന്നതൊന്നുമല്ല ഈ വൈശാലി. അടുത്തറിഞ്ഞാൽ ഒരുപക്ഷെ കടലോളം വെറുക്കും എന്നെ. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അവളും അവന് പിന്നാലെ നടന്നു. അവൻ ബുള്ളറ്റിൽ കയറിയിരിക്കുമ്പോൾ മിററിലൂടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ വയറിൽ അമർത്തി പിടിക്കുന്നുണ്ടായിരുന്നു. വേദനയുടെ പ്രതിഫലനം അവളുടെ മുഖത്ത് നിഴലിച്ചു. വൈശാലി വാ, ഞാൻ വീട്ടിലാക്കാം. അവൻ പറഞ്ഞതിന് അവൾ സ്നേഹത്തോടെ വേണ്ടെന്നുള്ള മറുപടി നൽകി. പക്ഷെ ആദ്യ ദേഷ്യത്തോടെ അവളെ നോക്കി. കണ്ണുകൾ തുറച്ചു നോക്കിക്കൊണ്ട് അവൻ അലറി, കയറിയിരിക്കടി. നിന്റെ മനസ്സിൽ ഞാനില്ലാത്ത പക്ഷെ ഒരു ചെറുവിരൽ കൊണ്ടുപോലും നിന്നെ ഞാൻ തൊടില്ല. നീ ഒരു പെണ്ണാണ്. എന്നെ പ്രസവിച്ചത് ഒരു പെണ്ണ് തന്നെയാണ്. അപ്പോൾ എനിക്കറിയാം നിന്റെ ഈ അവസ്ഥ. വിശ്വസിക്കാം. അവളുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞു. ഞാൻ ലീവ് പറഞ്ഞിട്ടില്ല. അവൻ്റെ മുഖഭാവം കണ്ട് വിക്കലോടെ അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം. അതിന് മാനേജർ ഇല്ല. പേടിയോടെ അവൾ പറഞ്ഞതും ആദ്യ ദേഷ്യത്തിൽ അവളെ നോക്കി. എൻ്റെ അച്ഛൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ലീവ് കൊടുക്കാൻ പറഞ്ഞാൽ മാനേജർ മാത്രമല്ല, ഇതിൻ്റെ കൊമ്പത്തിരിക്കുന്നവന്മാർ സമ്മതിക്കും. ഇനി വിശദീകരണം വല്ലതും വേണോ? അവൾ വേണ്ടെന്ന് തലയാട്ടി. എങ്കിൽ വന്ന് കയറ്. അവൻ്റെ പിന്നിൽ അവൾ ഇരുന്നു. അവനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴും അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ തേടുമായിരുന്നു. അവളുടെ വീടിൻ്റെ പടിപ്പുരയിൽ അവൻ ബുള്ളറ്റ് നിർത്തി. വൈശാലി എന്തെങ്കിലും പറയും മുന്നേ അവൻ തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ നിന്നും മറഞ്ഞു. അത് വൈശാലിയിൽ ഒരു വേദന നിറച്ചു. അവൾ വീട്ടിൽ കയറി. മുത്തശ്ശൻ ഉറക്കമായിരുന്നു. അവൾ അയാളെ ഉണർത്താതെ മുറിയിൽ പോയി കിടന്നു. വേദനയും ക്ഷീണവും കാരണം അവൾ ഒന്ന് മയങ്ങി. പെട്ടെന്ന് ആരോ തന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് തോന്നിയതും അവൾ ഞെട്ടി ഉണർന്നു. ആദിയുടെ ഒപ്പം ഇരുന്നപ്പോൾ അവൾക്കൊരു ധൈര്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞത് ഓർക്കും തോറും അവളുടെ നെഞ്ച് പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. ആരാവും എൻ്റെ ഈശ്വര അത്? ഇനി എൻ്റെ തോന്നലാകൂ? അവൾ കയ്യിലേക്ക് നോട്ടം തെറ്റിച്ചു. ആ നിമിഷം ഒരു ഞെട്ടലോടെ അവൾ കണ്ടു. ആരോ തൻ്റെ കയ്യിൽ ശക്തിയിൽ കെട്ടിയതിൻ്റെ പാടുകൾ. തുടരും.